അങ്ങനെ ടിക്കറ്റ് ഫിനാലയുടെ രണ്ടാമത്തെ ടാസ്കും കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാർ തന്നെയാണ് ഇപ്പോഴും ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറഞ്ഞത് ടാസ്ക് 1 അഭിഷേക് വിജയിച്ചു എന്നല്ല, നിലവിൽ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ പോയിന്റോട് കൂടി ലീഡ് ചെയ്യുന്നത് അഭിഷേകാണെന്നാണ് പറഞ്ഞത്. അതാണ് ഇതിനകത്തും പറയാനുള്ളത്. ടാസ്ക് 2 അഭിഷേകാണ് ജയിച്ചിരിക്കുന്നത്. പക്ഷെ തൊട്ട് പിറകെ ആൾക്കാരുണ്ട്. ടാസ്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആയിരുന്നു. എല്ലാവരും സൂപ്പറായിട്ട് കളിച്ചു. ഈ ഫസ്റ്റ് ടാസ്കിൽ കാണിച്ച പോലെ അവർക്ക് ഗ്രൂപ്പ് കളിക്കാനോ ഒത്തു കളിക്കാനോ വിട്ടുകൊടുക്കാനോ ഒന്നും പറ്റിയില്ല. കാരണം കോൺസെൻട്രേഷൻ വേണം, അങ്ങനത്തെ ഒരു ടാസ്ക് ആയിരുന്നു ഇത്. പിന്നെ ഈ പറഞ്ഞ കണക്ക് ലക്കും കിട്ടണം. ലക്ക് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത്തിരി ലക്കൊക്കെ വേണം. പിന്നെ പറഞ്ഞ കൈ വിറക്കരുത്. ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു. എന്താണ് ലൈവിൽ നടന്നിരിക്കുന്നത്, പോയിന്റ് നിലകൾ ഇപ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും വീഡിയോ മുഴുവൻ കണ്ടിട്ട് ചെയ്യണം. അപ്പോൾ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് 2 കയ്യാലപ്പുറത്ത് ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ബാറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അതിൽ 2 പിടി ഉണ്ടാവും. ഇങ്ങനെ പിടിക്കാം. അതിൻ്റെ ഒരറ്റത്ത് ബോൾ വെക്കാനുള്ള ഒരു പൊസിഷനും മറു അറ്റത്ത് ഒരു ഗ്ലാസ് പോലെ ഒരു പൊസിഷനും കാണും. ഇവിടെ ഒരറ്റത്തെടുത്ത് ബോൾ വെച്ചിട്ട് ഈ സാധനം അനക്കി ബോൾ കറക്റ്റ് സ്ട്രൈറ്റാണ് വന്ന് അവിടെ ഒരു ബോട്ടിൽ പോലെ ഒരു ഗ്ലാസ് പോലെ ഉണ്ട്, അതിനകത്ത് വീഴണം. അതാണ് ടാസ്ക്. അതാണ് ഏറ്റവും കൂടുതൽ ബോളുകൾ ആരാണോ 1 മിനിറ്റിനുള്ളിൽ വീഴ്ത്തുന്നത് അവരാണ് വിജയി. പക്ഷേ ഈ ബോൾ എടുത്ത് വെക്കുന്നത് നമ്മളാണ്. ബോൾ താഴെ വീഴുന്നെങ്കിൽ അത് നമ്മൾ എടുക്കണം. ടൈം നമ്മൾ നോക്കണം. പിന്നെ ബോൾ ഓരോ തവണ വെക്കുമ്പോഴും സ്റ്റാൻഡിൻ്റെ പുറത്ത് വെച്ചിട്ട് വേണം ബോൾ വെക്കാൻ. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു ആ ഒരു ടാസ്ക്. ഹോൾഡർ ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് തന്നെയായിരുന്നു. പക്ഷേ ഇതിനകത്തും പോയിന്റ് 3, 2, 1 അങ്ങനെയാണ്. നമ്മുടെ മലയാളം ബിഗ് ബോസിൽ പോയിന്റ് സാധാരണ വരുന്നത് 10, 9, 8 അങ്ങനെയാണ് ടിക്കറ്റ് ഫിനാലെ പോയിന്റ് വരുന്നത്. പക്ഷേ ഇത് മാറ്റിപ്പിടുത്തമാണ്. തമിഴ് ബിഗ് ബോസിലും ഇത്തവണ 3, 2, 1 ആ ലെവലായിരുന്നു. അപ്പോൾ മലയാളം ബിഗ് ബോസിലും ആ ട്രെൻഡ് അങ്ങ് വെച്ച് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് 3 പോയിന്റ് ജയിക്കുന്നവർക്ക് പിന്നെ തൊട്ട് പിറകെ 2, 1 അങ്ങനെയാണ് പോയിന്റുകൾ. അപ്പം ഓരോരുത്തരും വീതം മത്സരിക്കാൻ പോകുന്നു. 2 പേർക്ക് ഒരേ സമയം മത്സരിക്കും. കാരണം 2 പ്രോപ്പർട്ടികൾ 2 വീതം ഉണ്ട്. അപ്പോൾ ആദ്യം അർജുനും നോറയാണ് പോകുന്നത്. അപ്പോൾ അതിനകത്ത് അർജുൻ 4 വീഴ്ത്തുന്നു, നോറ 3 വീഴ്ത്തുന്നു. പിന്നെ സിജോയും സായിയും പോകുന്നു. സിജോ 4 വീഴ്ത്തുന്നു, സായി 2 വീഴ്ത്തുന്നുള്ളൂ. അഭിഷേകും ഋഷിയും പോകുന്നു. അഭിഷേക് 6 വീഴ്ത്തുന്നു. 5 വീഴ്ത്തി 1 എടുത്ത് മാറ്റിയിട്ട് വീണ്ടും ഒന്നുകൂടെ 6 വീഴ്ത്തുന്നു. ഋഷി 1 വീഴ്ത്തുന്നു. പിന്നെ നന്ദനയും ശ്രീധുവും പോകുന്നു. നന്ദനയ്ക്കും ശ്രീധുവിനും ഒന്നും വീഴ്ത്താൻ പറ്റുന്നില്ല. ജാസ്മിനും ജിൻഡോയും പോകുന്നു. ജിൻഡോ 3 വീഴ്ത്തുന്നു. ജാസ്മിനും ഒന്നും വീഴ്ത്താനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ലേഡീസ് പോയതിൽ എനിക്ക് തോന്നുന്നു നോറ മാത്രമാണ് ഈ പറഞ്ഞ പോലെ ആ സംഭവം വീഴ്ത്തിക്കുന്നത്. നോറ ഒത്തിരി കാര്യങ്ങളിൽ വീക്കാണെന്നൊക്കെ ഒരു പൊതുധാരണ ഉണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ നോറ ഭയങ്കര എന്താ പറയുക ഇത്തിരി കോൺസെൻട്രേഷനോട് കൂടി 3 ബോൾ വീഴ്ത്തി. അതേസമയം നന്ദനയ്ക്കോ ശ്രീധുവിനോ ജാസ്മിനോ ഒന്നും വീഴ്ത്താനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ടാസ്ക് അവസാനിച്ചപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ അഭിഷേക് തന്നെ വന്നു. കാരണം 6 ബോൾസ് അഭിഷേക് കിട്ടും. അപ്പോൾ അഭിഷേകിന് തന്നെയാണ് ഫസ്റ്റ്. 3 പോയിന്റ് അഭിഷേകിന്. അപ്പോൾ തൊട്ട് താഴെ സെക്കൻഡ് വരുന്ന ആകെ 2 പോയിന്റാണ്. പക്ഷേ സെക്കൻഡ് ഇവിടെ 2 പേർക്കുണ്ട്. ആർക്ക്? അർജുനും സിജോയ്ക്ക്. ഇവർ 2 പേരും ഒരുപോലെ 4 ബോളാണ് ഇട്ടത്. അപ്പോൾ ഇവരുടെ ഇടയിൽ വീണ്ടും ഒരു കോമ്പറ്റീഷൻ വെച്ചു. അത് ടൈം ബ്രേക്കറാണ്. ആദ്യം ആരാണോ ഈ ബോട്ടിൽ ഈ ഗ്ലാസ് നിറയാൻ 6 ബോൾസ് വീഴണം. അപ്പോൾ അതിൽ 5 ബോൾസ് വീഴണം. ഈ 5 ബോൾസ് ആദ്യം ആരാണോ വീഴ്ത്തുന്നത് അവർക്ക് സെക്കൻഡ് പ്രൈസും രണ്ടാമത് വീഴുന്ന ആൾക്ക് പിന്നെ ബാക്കിയുള്ള ആൾക്ക് തേർഡ് പ്രൈസും. അപ്പോൾ 1 പോയിന്റ് എന്തായാലും കിട്ടും. അങ്ങനെ അർജുനും സിജോയും കൂടി രണ്ടാമത് മത്സരിക്കുന്നു. അർജുൻ 5 വേഗം വീഴ്ത്തുന്നു. സിജോയെ കൊണ്ട് പറ്റുന്നില്ല. സിജോ ഏതാണ്ട് 4 എന്തേ വീഴ്ത്തുന്നുള്ളൂ, 4, 3. അങ്ങനെ അർജുന് 2 പോയിന്റ് ഈ ടാസ്കിൽ കിട്ടുന്നു. സിജോയ്ക്ക് 1 പോയിന്റും കിട്ടുന്നു. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് 1ഉം 2ഉം ബോണസ് പോയിന്റും എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ ഉള്ള പോയിന്റിൻ്റെ ഈ ലെവൽ പറഞ്ഞുതരാം. അഭിഷേക് ശ്രീകുമാർ ഏറ്റവും മുന്നിൽ 6 പോയിന്റ്, സായി 2 പോയിന്റ്, അർജുൻ 2 പോയിന്റ്, ജാസ്മിൻ ബോണസ് പോയിന്റ് മാത്രം 1, സിജോ ഇപ്പം കിട്ടിയ 1 പോയിന്റ്, ഋഷിക്കും കിട്ടിയിട്ടുള്ള ബോണസ് പോയിന്റ് 1. ഇതാണ് ഇപ്പോഴത്തെ നില. നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് കാണത്തില്ല, നാളെയും 2 ഉണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. രാവിലെയും രാത്രിയാണ് വരാൻ പോകുന്നത്. അങ്ങനെ 2 ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. 10 ആയിരിക്കും അല്ലേ? 10 ആയിരിക്കാം. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. ചിലപ്പം 10 പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇനിയിപ്പോൾ ഒന്നും കൂടെയൊക്കെ 10 ആയിക്കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് 10 അപ്പോൾ സൂപ്പറാവും. 10 ആയിക്കഴിഞ്ഞാൽ സൂപ്പറാവും. നോക്കാം. നമുക്ക് അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും bye bye and take care.